നമുക്ക് സദാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. വൈകുന്നേരമായപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി. അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർനാമിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി. യേശു അവരുടെ അടുക്കലേക്ക് എത്തിയിരുന്നുമില്ല. ശക്തിയേറിയ കാറ്റടിച്ചിരുന്നത് കൊണ്ട് കടൽ ശോഭിച്ചു. 25-30 സ്ഥാദിയോൺ ദൂരം തണ്ടു വലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. അവനെ വള്ളത്തിൽ കയറ്റുവാൻ അവർ ആഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്ക് അടുത്തു. അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശിഷ്യന്മാരോടുകൂടി യേശു അതിൽ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ തനിയാണ് പോയതെന്നും കടലിന്റെ മറുകര നിന്ന ആളുകൾ പിറ്റേ ദിവസം മനസ്സിലാക്കി. കർത്താവ് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്തേക്ക് തിബേരിയോസിൽ നിന്ന് മറ്റു വള്ളങ്ങൾ വന്നു. യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇരുന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളത്തിൽ കയറി യേശുവിനെ തിരക്കി കഫർനാമിലെത്തി. ഈ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് എനിക്ക് മുമ്പ് ഒരു സംശയമുണ്ടായിരുന്നു. ഈശോ എന്തുകൊണ്ട് തനിക്ക് വേണ്ടി തന്നെ ഒരു അത്ഭുതം ചെയ്തു? വള്ളമില്ലാതെ വന്നപ്പോൾ ഈശോ വെള്ളത്തിന് മുകളിലൂടെ നടന്ന് ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു. യഥാർത്ഥത്തിൽ അത് ഈശോയ്ക്ക് വേണ്ടി ചെയ്ത ഒരു അത്ഭുതമല്ല, മറിച്ച് നമ്മളിപ്പോൾ സഭയുടെ വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുന്ന ധ്യാനിക്കുന്ന ഒരു കാലഘട്ടമാണ് കൈത്താൻ കാലം. സഭയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഒരു പാഠമാണ് ഈ അത്ഭുതത്തിലൂടെ ഈശോ പ്രവർത്തിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലം ഇതാണ്. ഈശോ കഫർനാമിൽ നിന്ന് ഗലീലിയ കടലിന് അക്കരെ വഞ്ചിയിൽ കയറി ശിഷ്യന്മാരോടുകൂടി പോകുന്നു. ഉടനെ ജനങ്ങളും ഗലീലിയിൽ നിന്ന് ഈശോയെ കേൾക്കാൻ വേണ്ടി അവൻ്റെ പുറകെ പോവുകയാണ്. അങ്ങനെ യോർദാന്റെ മറുകരയിലെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ ജനങ്ങളോട് ഈശോ സംസാരിക്കുന്നു. വലിയൊരു ജനക്കൂട്ടം ഉണ്ടാകുന്നു. ആ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുവാനായിട്ട് മുമ്പായിട്ട് ഈശോ അത്ഭുതം പ്രവർത്തിച്ച് 5 അപ്പവും 2 മത്സ്യവും ഉപയോഗിച്ച് 5000 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അതിനുശേഷം ഈശോ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടിട്ട് ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ വഞ്ചിയിൽ കയറി ഈ ഗലീലിയ കടലിന് അല്ലെങ്കിൽ തടാകത്തിന് മറുകരയിലേക്ക് പോയിക്കൊള്ളുക, സായാഹ്നമായി. ഈശോ എന്നിട്ട് മലമുകളിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അങ്ങനെ ഈശോ തനിച്ച് പ്രാർത്ഥിക്കാൻ പോയി. പിന്നെ ഒരു വഞ്ചിയുമില്ല. ഉണ്ടായിരുന്ന വഞ്ചിയിൽ ശിഷ്യന്മാരെല്ലാവരും പോയി. അതിനുശേഷമാണ് ഈ സംഭവം നടക്കുക. ഈ ശിഷ്യന്മാർക്കൊക്കെ ഗലീലിയ കടലിലൂടെ ചില സമയത്ത് വലിയ ചുഴൽ കൊടുക്കാൻ പോലെ വലിയ കോളിളക്കം ഉണ്ടാവും. അങ്ങനെ തടാകത്തിന്റെ മധ്യഭാഗത്ത് വന്നപ്പോഴേക്കും അവർക്ക് ഒരു തരത്തിൽ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വലിയൊരു കോളിളക്കത്തിൽ വഞ്ചി മുങ്ങുമോ എന്നൊക്കെ ഇവർ ആശങ്കപ്പെട്ടിരിക്കുമ്പോഴാണ് ഈശോ അത്ഭുതകരമായി അവരുടെ മധ്യത്തിലേക്ക് കടലിലൂടെ നടന്നു വരിക. അതുകൊണ്ട് അപ്പസ്തലന്മാർ അത്ഭുതപ്പെടുകയാണ്. ഇവിടെ ഈശോയെ രാജാവാക്കാനായിട്ട് അന്നേരം ആളുകൾ ആവശ്യപ്പെട്ടു. പക്ഷേ ഈശോ സമ്മതിച്ചില്ല. ഒരുപക്ഷെ ശിഷ്യന്മാർക്ക് ആഗ്രഹമുണ്ട്, ഈശോ എത്രയും വേഗം റോമാക്കാരുടെ അടിമത്തത്തിൽ നിന്ന് രാജ്യം സ്ഥാപിക്കണം, അവരെ വിമുക്തരാക്കണം, അപ്പോൾ തങ്ങൾക്ക് മന്ത്രിമാരാകാം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ ഇന്ന് ഈശോ അവർക്ക് ഒരു പുതിയ പാഠം നൽകുകയാണ്. അതായത് ഇതിനെ ബൈബിൾ വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിക്കുന്നത് ഇപ്രകാരമാണ്. ഈ തടാകം അല്ലെങ്കിൽ കടല് അത് ഈ ലോകമാണ്. അത് പലപ്പോഴും പ്രക്ഷുബ്ധമാണ്. പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകും, കോളിളക്കങ്ങളുണ്ടാകും. ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും രാജ്യങ്ങളിലായാലും രാജ്യങ്ങൾ തമ്മിലായാലും പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ വലിയ കോളിളക്കം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈശോ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളൊരു വിചാരമുണ്ടാകും. കാരണം ഈശോയും തൻ്റെ പരസ്യജീവിതം അവസാനിപ്പിച്ച് കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത് സ്വർഗ്ഗാരോഹണം ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ശിഷ്യന്മാർ തനിച്ചാകുന്ന സഭയെ നയിക്കുക. അപ്പോൾ അവർ എപ്പോഴാണ് ചെയ്യേണ്ടത്, എപ്രകാരമാണ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് എന്നൊരു ബോധ്യം കൊടുക്കുകയാണ്. ഈശോ കൂടെയില്ല എങ്കിലും ആത്മീയമായി അവരോടൊപ്പമുണ്ട്, നമ്മളോടൊപ്പമുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം.
ഒരിക്കലും സഭയാകുന്ന നൗക തകർന്നു പോവുകയില്ല. എന്നാൽ നമ്മൾ തകർന്നു പോകാതിരിക്കാൻ നോക്കണം നമ്മുടെ വിശ്വാസത്തിലൂടെ. ആ വിശ്വാസത്തിന്റെ ആ കടലിൽ പ്രക്ഷുബ്ധമുണ്ടാകുമ്പോൾ ആ കപ്പൽ എന്ന് പറയുന്ന സഭ, ആ സഭയിൽ ഇരിക്കുന്ന ആളുകൾ എന്ന് പറയുന്ന വിശ്വാസികൾ, നമ്മൾ ആ വിശ്വാസത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം വേണ്ട സമയത്ത് ഇടപെടും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് പല കാര്യങ്ങളും ദൈവം നമുക്ക് എത്തിച്ചു തരിക. വ്യക്തിജീവിതത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും ഇടവകയിലാണെങ്കിലും സഭയിലാണെങ്കിലും രാഷ്ട്രത്തിലായാലും. പക്ഷെ നമ്മൾ അപ്പോഴും ചഞ്ചലിതരാകാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആണ് ജീവിക്കുക. ഇവിടെ ഈശോ വന്നു കഴിഞ്ഞ് ഈശോയെ അവർ വഞ്ചിയിൽ കയറാൻ ആഗ്രഹിച്ചു. അതിനുശേഷം പറയുകയാണ് അവർ വേഗം മറുകരയിൽ എത്തി. അവിടെ മറുകരയിൽ എത്തുക എന്ന് പറയുന്നത് അവർ കഫർനാമിൽ എത്തുകയാണ്. ഈ കഫർനാം സ്വർഗത്തിന്റെ പ്രതീകമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ, അതായത് കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനം ഉണ്ടാകും. കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തിന് മുമ്പായും ഇതുപോലെ തന്നെ ലോകം പ്രക്ഷുബ്ധമാകും. എന്നാൽ അതേ സമയത്ത് ഇതാ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനത്തോടുകൂടി സഭ പുനഃസ്ഥാപിക്കപ്പെടും. അതോടൊപ്പം തന്നെ ദൈവരാജ്യം അതിന്റെ പൂർണ്ണതയിൽ വേഗം എത്തുകയും ചെയ്യും. അപ്പൊ ദൈവം നമ്മളെ പരിപാലിക്കുന്നുണ്ട്, ദൈവം നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ കാർ ഓടിച്ചു പോകുമ്പോൾ അജ്ഞാതമായ എവിടെയൊക്കെയോ നിന്നുള്ള സാറ്റലൈറ്റുകൾ നമ്മളെ നാവിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അജ്ഞാതമായ അങ്ങ് അകലിൽ നിന്നായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ദൈവം നമ്മളോടൊപ്പമുണ്ട്, ദൈവം നമ്മളെ നയിക്കുന്നുണ്ട്. നമ്മളതിനെ അനുസരിക്കുന്നില്ല എങ്കിൽ, നാവിഗേഷനെ അനുസരിക്കാതെ നമ്മൾ പോകുമ്പോഴും ഈ നാവിഗേഷൻ നമ്മുടെ പുറകെ വരികയാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇനി ഈ വഴി മാറിപ്പോകും, ഈ വഴി പോകാം. പക്ഷേ കാരണം ലക്ഷ്യത്തിലെത്തണം. ആ ലക്ഷ്യം ഗലീല തടാകത്തിൽ നിന്ന് കഫർനാമിലെത്തുക എന്ന ലക്ഷ്യത്തിൽ എത്തുകയില്ല. താങ്കളെ കടലിന്റെ നടുഭാഗത്ത് വെച്ച് മുങ്ങിപ്പോകുമെന്ന് പറയുന്ന ചിന്തിക്കുന്ന ആ ശിഷ്യന്മാരോട് ഇതാ ഈശോ പെട്ടെന്ന് വന്നപ്പോൾ കാര്യങ്ങൾക്ക് പെട്ടെന്ന് തീരുമാനമായി. നമ്മളെ അതുകൊണ്ട് മാതാപിതാക്കൾ മക്കളെ എപ്പോഴും വാച്ച് ചെയ്ത് അവരുടെ സംരക്ഷണവും അവർക്ക് വേണ്ടതുമെല്ലാം കൊടുക്കുന്നത് പോലെ ദൈവം നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്, ദൈവം നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. വഴിതെറ്റി പോകുമ്പോൾ മാതാപിതാക്കൾ മക്കളെ ഓർത്ത് വേദനിക്കുന്നത് പോലെ ദൈവം നമ്മളെ ഓർത്ത് വേദനിക്കുന്നുണ്ട്. നമ്മളെ നേർവഴിക്ക് നയിക്കുവാനായിട്ട് അത്ഭുതങ്ങൾ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ആദിമസഭയിൽ ഈ അനുഭവം ഉണ്ടായി. ക്രിസ്തുവർഷം 312 വരെ ആദിമസഭയിൽ ആദ്യം യഹൂദന്മാരിൽ നിന്നും പിന്നീട് റോമൻ ചക്രവർത്തിമാരിൽ നിന്നും ഭരണാധികാരികളിൽ നിന്നും വളരെയേറെ പ്രതിബന്ധങ്ങൾ സഭയ്ക്കുണ്ടായി. എന്നാൽ ആ മനുഷ്യരാരും ഇടപെടാതെ 312 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, അദ്ദേഹം ചക്രവർത്തി ആകുന്നതിന് മുൻപ് തന്നെ എതിരാളിയുമായി യുദ്ധം ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ ഒരു സ്വപ്നം ഉണ്ടാകുന്നു, ദർശനം ഉണ്ടാകുന്നു. കുരിശടയാളം ആകാശത്തിൽ കാണപ്പെടുകയും ഈ അടയാളത്തിൽ നീ യുദ്ധം ചെയ്താൽ നീ വിജയിക്കുമെന്ന് പറയുകയും ചെയ്തപ്പോൾ അദ്ദേഹം അതനുസരിക്കുന്നു. അതനുസരിച്ച് യുദ്ധത്തിൽ വിജയിക്കുന്നു. അതോടുകൂടി ക്രൈസ്തവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ദൈവം പ്രവാചകൻ വഴി പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ഇടവകയിലോ നമ്മുടെ സമുദായത്തിലോ സഭയിലോ ഒക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക. കാരണം ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ ഈശോയെ കണ്ടൊരു ഭൂതമാണെന്ന് വിചാരിച്ചപ്പോൾ, അങ്ങനെ അവർ ഭയപ്പെട്ടപ്പോൾ ഈശോ പറയുകയാണ്, ഇത് ഞാനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ദൈവമാണ്. അതായത് പഴയ ബൈബിളിക്കൽ മീനിങ്ങിൽ. കാരണം മോശ ദൈവത്തോട് ചോദിച്ചു, നീ ആരാണ് എന്ന് ഞാൻ ജനത്തോട് പറയും എന്ന് പറയുമ്പോൾ അസ്തിത്വമുള്ളവനാണ് ഞാൻ, ആരായിരിക്കുന്നു എക്കാലവും ആയിരിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് ശിഷ്യന്മാർക്ക് ഈശോയിലെ വിശ്വാസം വർദ്ധിക്കുകയും അവര് വേഗം കരയിലെത്തുകയും ഒരു പുതിയ കാലഘട്ടം പ്രഭാതമായി അങ്ങനെ ഒരു പുതിയ കാലഘട്ടം അവർ ആരംഭിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മളുടെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത്. ദൈവത്തിൽ കർത്താവിനെ ശ്രമിക്കുവാനായിട്ട് വന്ന ആളുകൾ മറുകര നിന്ന് ഈശോ അവിടെ കാണുന്നില്ല, മലയിലേക്ക് പോയ ഈശോയെ അവിടെയും കാണുന്നില്ല. ഈശോ എങ്ങനെ മറുകര എത്തിയെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അവരെല്ലാം ഈശോയെ തേടി പിന്നെയും പോവുകയാണ്. കാരണം അവര് 5 കൊണ്ട് 5000 പേരെ ചുറ്റിപ്പറ്റി എഴുതി കർത്താവിനെ കൊണ്ട് രാജാവാക്കിയാൽ തങ്ങൾക്ക് അധ്വാനിക്കാതെ അപ്പം രക്ഷിക്കാം എന്ന് വിചാരിച്ചാണ് അവർ വരിക. പക്ഷേ ഈശോയ്ക്ക് കൊടുക്കുവാനുള്ളത് ഭൗതികമായ ഭക്ഷണമല്ല, മറിച്ച് നിത്യജീവന്റെ ഭക്ഷണമാണ്. ആ നിത്യജീവന്റെ ഭക്ഷണം ഇന്ന് 2000 വർഷങ്ങൾക്ക് ശേഷവും ഈശോയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അങ്ങനെ ഈശോ നടത്തിയ ആ പ്രഭാഷണമാണ് കർത്താവിന്റെ ബലിയർപ്പണ വേദിയിൽ ആദ്യ ഭാഗത്ത് ഈ വചനം പങ്കുവയ്ക്കലിലൂടെ നമ്മൾ എല്ലാവരും ശ്രമിക്കുക. അതുകൊണ്ടാണ് ബൈബിളിലെ ഭാഗങ്ങൾ വായിക്കുന്നു, അത് വ്യാഖ്യാനിച്ച് നമുക്ക് മുറിച്ച് നൽകുന്നു. അതിലൂടെ നമ്മൾ ആത്മീയമായിട്ട് നമ്മളുടെ
ജ്ഞാനം ബൈബിളിക്കലായിട്ടുള്ള നമ്മുടെ ജ്ഞാനം വർദ്ധിപ്പിക്കുന്നു. അല്ലെ, രണ്ടാം ഭാഗം വരുമ്പോൾ കർത്താവ് പെസഹ തിരുനാളിൽ അറിയിച്ച ആ അത്ഭുതകരമായ ആ പെസഹ ആചരണം, അതായത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം, ആ അപ്പവും ആ തിരുശരീര രക്തങ്ങളാണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ ആത്മീയമായ ആ സംതൃപ്തിയിലേക്ക് വരിക. അതുകൊണ്ട് നിത്യജീവന്റെ ഭക്ഷണമാണ്. അതുകൊണ്ട് ഓരോ കുർബാന അർപ്പണത്തിലും അത് മറ്റെല്ലാ പ്രാർത്ഥനകളെക്കാളും ശ്രേഷ്ഠമാകുന്നത് ഈശോ നമ്മളോട് വചനമാക്കി വയ്ക്കുകയും ഈശോ തന്റെ തിരുശരീര രക്തങ്ങൾ നമുക്ക് നൽകി നമുക്ക് പോഷണം നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈശോയിൽ ശരണപ്പെട്ടുകൊണ്ട് ആ ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിത നൗകയിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അതിൽ നമുക്ക് ആശ്വാസം കണ്ടെത്തുവാനും നിത്യജീവനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തെ പുനഃക്രമീകരിക്കുവാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം.